ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചേനയുടെ ഇല പറിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ 2 എണ്ണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വിരിഞ്ഞിട്ട് 2-3 ദിവസം ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പറിക്കാൻ പറ്റിയില്ല കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് ചേനത്തണ്ടും അതുപോലെ ചേനയുടെ ഇലയൊക്കെ വെച്ചിട്ട് കൂട്ടാൻ വയ്ക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പോയിട്ട് വേഗം തന്നെ നമ്മുടെ ചേനത്തണ്ട് 2 എണ്ണം ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ മൂത്ത പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും മൂത്തിട്ടില്ല കേട്ടോ. നന്നായി വിരിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസം ആയിട്ടുള്ളൂ. ഇളമ്പലയും ഇളമ്പ് തണ്ടും തന്നെയാണ് കേട്ടോ. ഇത് രണ്ടും കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നാടനായിട്ട് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ നമുക്ക്. അപ്പോൾ പിന്നെ ഞാൻ 2-3 കൊല്ലമായിട്ടോ അതങ്ങനെ ഈ ചേന അവിടെ കുഴിച്ചിട്ടിട്ട് ഇതുവരെ അതിൻ്റെ ചേന നമ്മൾ പുഴക്കി എടുത്തിട്ടില്ല. അതിന്നിങ്ങനെ കൊല്ലം ഇങ്ങനെ ഇല വരുന്ന സമയത്ത് അതിങ്ങനെ പറിച്ച് കൂട്ടാൻ വെക്കാറാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ചേന അങ്ങനെ പറിക്കാനും നിൽക്കാറില്ല. എന്താ പറഞ്ഞാൽ ചേന പറിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇലയൊന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാനതൊന്നും പറിക്കാൻ നിൽക്കാണ്ട് എപ്പോഴും ഇങ്ങനെ വരുന്ന ഇലയും അതുപോലെ തണ്ടുമൊക്കെ എടുത്ത് ഇങ്ങനെ കറി വയ്ക്കും കേട്ടോ. അങ്ങനെ നമ്മളതെല്ലാം പറിച്ചതിന് ശേഷം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊരു നീരുണ്ട് കേട്ടോ. ആ നീരൊക്കെ ഒന്ന് ഒഴുകിപ്പോണം. ഇല്ലാന്നുണ്ടെങ്കിൽ കൈയൊക്കെ നല്ല ചൊറിച്ചിലാകും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് നേരം വെട്ടിയിട്ട് അതിൻ്റെ നീരൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വെക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമ്മളത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല കേട്ടോ, നമ്മൾ ഇല കട്ട് ചെയ്തതിൽ കുറച്ച് വലിയ തണ്ട് കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇല ഉപ്പേരിയായിട്ടും അതുപോലെ തണ്ട് ചാറുകറിയായിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പം ഞാൻ ഈ വലിയ തണ്ടിന്ന് നമ്മുടെ ഇലകളൊക്കെ ആദ്യം തന്നെ ഒന്ന് പറിച്ച് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വലിയതായിട്ടുള്ള തണ്ടുള്ളത് നമുക്ക് കൂട്ടാൻ വെക്കാൻ എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ ഇലയെല്ലാം കട്ട് ചെയ്ത് മാറ്റി അതുപോലെ തണ്ടെല്ലാം മാറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പെട്ടെന്ന് ചെയ്ത കാരണം എനിക്ക് കൈക്ക് കുറച്ച് ചൊറിച്ചിലുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയം അങ്ങനെ വെക്കണം. അതിന് ശേഷം വേണം നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വെള്ളം തട്ടുമ്പോൾ ഒരു ചൊറിച്ചിൽ ഉണ്ടാകും കേട്ടോ ചിലവർക്ക് കേട്ടോ. പിന്നെ ഇത് കറി വെച്ച് കഴിഞ്ഞാൽ ചൊറിയൊന്നുമില്ല കേട്ടോ. കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതെല്ലാം ഇലയും തണ്ടും ഒക്കെ വേർപെടുത്തി ബാക്കിയുള്ള തണ്ടൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമ്മൾ താളിത്തണ്ടിൻ്റെ തോല് കളയില്ലേ, ഇന്ന പോലെ തന്നെ ചേനയുടെ തണ്ടിൻ്റെ മേൽഭാഗത്തെ തോല് നമ്മൾ കട്ട് ചെയ്തല്ല അങ്ങനെ വലിച്ചെടുത്ത് കളയണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനതെല്ലാം കട്ടിങ് കഴിഞ്ഞു. അതിന് ശേഷം മൺചട്ടി വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ചേനത്തണ്ട് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 5-6 ചെറിയുള്ളി ചതച്ചതും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്താ പറഞ്ഞാൽ നമ്മുടെ ചേനത്തണ്ടെന്ന് നമ്മുടെ താളുന്നണ്ട് പോലെ വെള്ളം ഉതിർന്ന് വരും കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര മാത്രമേ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരിത്തിരി ജീരകം, ഇത്തിരി കുരുമുളക്, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി തന്നെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു പിടി പരിപ്പ് നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നു. നന്നായി വെന്ത നമ്മുടെ ചേനത്തണ്ടിലേക്ക് നമ്മൾ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് തിള വന്നതിന് ശേഷം നമ്മൾ അരച്ചിട്ട് വന്നിട്ട് നമ്മുടെ അരപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കൂട്ടാൻ കുറച്ച് കിണുക്കനാണ് കേട്ടോ ഇരിക്കാറുള്ളത്. ഒരുപാട് വെള്ളം പോലെ നന്നായിരിക്കില്ല. പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളതിലേക്ക് ഒന്ന് താളിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് ഒരു 3-4 ചെറിയുള്ളി ചതച്ചത് ചേർത്ത് അതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് അതാണ് കേട്ടോ നമ്മൾ താളിപ്പായി ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു കളറിനും കൂടെ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചേനത്തണ്ട് കൊണ്ടുള്ള പരിപ്പും ചേർത്തിട്ടുള്ള ചാറുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ ചേനയുടെ ഇലയൊക്കെ ഒന്ന് ചെറുതായി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഇലയിൽ കൂടിയിട്ട് കുറച്ച് തണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അതും നല്ല ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. അപ്പോൾ അതും ഇലയും കൂടെ ചെറുതായി തന്നെ നമ്മൾ വേഗം തന്നെ ഒന്ന് കട്ട് ചെയ്ത്
കഴുകി വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ വേഗം തന്നെ ആ പണിയെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ ഒരു ചീൻചട്ടി വെച്ച് കൊടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് പിന്നെ നന്നായി തന്നെ ചൂടായതിന് ശേഷം കടുക് ചേർത്ത് കൊടുത്ത് ഒരു 3-4 ചെറിയ ഉള്ളി കേട്ടോ അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി വാടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇതുപോലെ അരിഞ്ഞിട്ടുള്ള നമ്മുടെ ചേനയുടെ ഇല ചേർത്ത് കൊടുത്ത് ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ചേനത്തണ്ടൊക്കെ ചേന ഇല നന്നായി വാടി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ചേനയുടെ ഇല ഒന്ന് വെന്ത് വരണം കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് നമ്മുടെ ചെറുപയർ തലേ ദിവസം വെള്ളത്തിലിട്ട് ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്താണ് കേട്ടോ. അതുകൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി തന്നെ രണ്ടും കൂടെ കുറച്ച് നേരം ഒന്ന് ആവിയിൽ വേവിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചേനത്തണ്ടും ചെറുപയറുമായിട്ടുള്ള കറിയൊക്കെ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചേനത്തണ്ടും പരിപ്പും കൂടിയുള്ള കറിയാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ ചേനയുടെ ഇലയും ചെറുപയറും കൂടിയുള്ള തോരനാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ രാവിലെ കഴിക്കാനുള്ള പുട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് എന്താ പറയുക നമ്മുടെ പച്ചരി പൊടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ അപ്പോൾ അത് പുട്ടുണ്ടാക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ കറിയുടെ കൂടെ ഈ പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ പുട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. അതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടും അതുപോലെ നമ്മുടെ എന്താ പറയുക ചേനയുടെ തണ്ട് ചാറുകറിയും അതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നാടൻ പുട്ടിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ പഞ്ചസാര കേട്ടോ അതുകൂടെ ചേർത്ത് നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂട് പുട്ടിൻ്റെ കൂടെ നമ്മുടെ പഞ്ചസാര വിതറിയിട്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് സ്കൂളൊക്കെ തുറക്കാറായില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് വിഷുവിൻ്റെ അപ്പോൾ പോയിട്ട് ഒരു ദിവസം വീട്ടിൽ ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ വേഗം തന്നെ തിരിച്ച് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സ്കൂൾ തുറക്കാറായില്ലേ. അപ്പോൾ കുട്ടികൾക്ക് 2 ദിവസം വീട്ടിൽ പോയി നിൽക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ മഴയൊക്കെ പെയ്തുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ശരിയെന്ന 2 ദിവസം വീട്ടിൽ പോയി നിന്നിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. പോയപ്പോൾ ഒരു 2 ദിവസം കൂടെ എക്സ്ട്രാ കൂടുതലായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ തിങ്കളാഴ്ച പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ ആങ്ങളുടെ കുട്ടികളും ചെറിയ കുട്ടിയൊക്കെ ഉള്ള കാരണം പിന്നെ അതിനൊന്നും നമുക്ക് പറ്റിയതുമില്ല കേട്ടോ. അപ്പോൾ ഇരിക്കുമ്പോൾ ഏതായാലും ഇരുന്നില്ലേ എന്ന് പറഞ്ഞ് അവിടെയും ഇതൊക്കെ ഒന്ന് തൂക്കി പിടിച്ച് നടക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആ പണിക്കൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു 3-4 ദിവസമൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാണ്ടും അതുപോലെ വീഡിയോ ഇടാണ്ട് ഒക്കെ ഇരുന്നത് കേട്ടോ. അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ വീഡിയോയിൽ ഇന്ന് നമ്മുടെ അശ്വിനില്ല അല്ലേ. അവൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എൻ്റെ വീട്ടിൽ നിൽക്കണോ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്താ പറയുക ആങ്ങളുടെ കുട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ സച്ചുവും പറഞ്ഞു അമ്മായി അവൻ 2 ദിവസം നിൽക്കട്ടെ എന്നിട്ട് അയക്കാമെന്നൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവനും ഒരാഗ്രഹം അവിടെ നിൽക്കണമെന്ന് കേട്ടോ. അപ്പോൾ ഞാനും അക്ഷയും കൂടെ ഇന്നലെ അവിടുന്ന് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ നമ്മുടെ കൂടെ അങ്ങോട്ട് വന്നു. പിന്നെ അവിടെ നിന്നില്ല കേട്ടോ. അപ്പോൾ അത് ഇവിടെ ദിവസം നമ്മുടെ വീട്ടിൽ തന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും അക്ഷയും കൂടെ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനില്ലാത്ത കാരണം നമുക്ക് ഒരാളുമില്ല ബഹളവുമില്ല ഒരു ഉഷാറില്ല കേട്ടോ. എന്നാലും കുട്ടി ആശയായിട്ട് നിൽക്കണം പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് നിന്നോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും സ്കൂളൊക്കെ തുറക്കാറായില്ലേ. അപ്പോൾ പിന്നെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് അവൻ വരും. അങ്ങനെ പിന്നെ എന്താ പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു 3-4 ദിവസം വീഡിയോ ഇടാണ്ടിരുന്നത് കേട്ടോ. പിന്നെ അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ കുറച്ച് പണികളൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ വീണ്ടും നമ്മൾ തിരക്കിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്താ പറഞ്ഞാൽ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടിയില്ലാണ്ട് എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട്. എന്നാലും അവൻ്റെ ഒരു ആഗ്രഹമല്ലേ. അപ്പോൾ നിന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ.
എങ്കിലും വീട്ടിൽ നിൽക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ രണ്ടാളും ഇല്ലാണ്ട് നിന്നിട്ടില്ല കേട്ടോ ഇതുവരെ. ഞങ്ങൾ രണ്ടാളിൽ ആരെങ്കിലും ഒരാൾ അവൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഇപ്രാവശ്യം ഞങ്ങൾ ആരും ഇല്ലാണ്ടാണ് കേട്ടോ അവനവിടെ നിൽക്കുന്നത്. നിൽക്കുക എന്നുള്ള ഒരു ധൈര്യത്തിലാണ് കേട്ടോ. നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ഫോണൊക്കെ വിളിച്ചപ്പോൾ കരച്ചിലൊന്നുമില്ല കേട്ടോ. ആ സച്ചുവിൻ്റെ കൂടെ കളിച്ചിട്ടും പിന്നെ ചെറിയ കുട്ടിയുണ്ടല്ലോ അവൻ്റെ കൂടെയും കളിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി സ്കൂൾ തുറക്കുമ്പോഴേക്കും ആൾ വരും കേട്ടോ. അങ്ങനെ ഞാൻ തുടയ്ക്കുകയാണ് കേട്ടോ. തുടയ്ക്കുന്ന സമയത്ത് നമ്മുടെ റൗലിക്കുട്ടി അകത്ത് കയറിയിട്ടുണ്ട് കണ്ടോ. നമ്മളില്ലെങ്കിലും ഏട്ടനുള്ള കാര്യം പൂച്ചക്കുട്ടികൾക്കൊരു ഉഷാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ തുടയ്ക്കുന്ന സമയത്ത് ഉള്ളി വന്നപ്പോൾ ഞാൻ വെളിയിലേക്ക് ആക്കി വിട്ടാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഞാനിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മോബ് ഇങ്ങനെ ഇളകുകയില്ലേ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു കേട്ടോ അങ്ങനെ ഓടി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്തേക്ക്. ഓടി വന്ന് ഞാനിങ്ങനെ മോബ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന സമയത്ത് അതോടൊപ്പം അത് പിടിക്കാൻ വേണ്ടി ചാടി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൈക്കോ കുടനും ഉണ്ട് കേട്ടോ. എല്ലാ പൂച്ചക്കുട്ടികളും ഉണ്ട് കേട്ടോ. അവരെവിടെയും പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 3-4 ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ വിശേഷങ്ങളും ഇന്നത്തെ നമ്മുടെ നാടൻ 2 റെസിപ്പികളും. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാടനായിട്ടുള്ള റെസിപ്പികളാണ് കേട്ടോ നമ്മൾ കൂടുതലായിട്ടും കാണിക്കാറുള്ളത്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്